കെട്ടിക്കാറായ പെണ്ണുള്ള വീടാ. കിടക്കുന്ന കിടപ്പ് കണ്ടോ? എന്തെങ്കിലും ഉത്തരവാദിത്വം ഉണ്ടോ? ഇവളെയൊക്കെ എങ്ങനെ ഒരു വീട്ടിലോട്ട് പറഞ്ഞയക്കാനാ? ഹേമേ, എടി ഹേമേ. എന്തോ അമ്മ? ഓ വന്നോ? എടി നേരം എത്രയായി? സമയം എത്രയായി? ഇത്രയും പ്രായമായിട്ട് നിങ്ങക്ക് സമയം നോക്കാൻ അറിയാൻ പാടില്ല. എടി എനിക്ക് സമയം നോക്കാൻ അറിയാം. എടി പെമ്പിള്ളാരായ രാവിലെ എഴുന്നേക്കണം, അല്ലാതെ ഇങ്ങനെ പോത്ത് കിടക്കുന്ന പോലെ കിടന്ന് ഉറങ്ങും അല്ല ചെയ്യേണ്ടത്. സൂര്യനെ നീ കണ്ടിട്ടുണ്ടോ ഇത്രയും നാളായിട്ട്? സത്യം പറഞ്ഞ സൂര്യ വിജയൊക്കെ കാണുന്ന എനിക്ക് ആഗ്രഹം ഉണ്ടെന്നേ. എങ്ങനെ കാണുന്ന അങ്ങോട്ട് അറിയത്തില്ല. എടി കിഴക്കുറിച്ചിട്ട് പടിഞ്ഞാറോട്ട് അസ്തമിക്കുന്ന ഒരു സാധനമുണ്ട്, സൂര്യൻ. എടി അത് നീ കണ്ടിട്ടുണ്ടോ? അതൊക്കെ പോട്ടെ, എനിക്ക് വിശന്നിട്ട് സഹിക്കാൻ പോയും. എന്തമ്മ രാവിലെ ഉണ്ടാക്കിയ? ബനാന റൈസ് ഇരിപ്പുണ്ട്. ബനാന റൈസ്? എന്തമ്മ ബനാന റൈസ്? എടി ബനാന എന്തുവാ? പഴം. റൈസ് എന്തുവാടി? ചോറ്. അപ്പൊ ബനാന റൈസ് എടുത്ത് കഴിക്കണം. എന്തമ്മ ഇത്? ഓരോ വീട്ടിലും രാവിലെ ചെല്ലുമ്പോ കാണാം അപ്പം, ഇടിയപ്പം, ദോശ. ഇവിടെ എന്നും ഈ അമ്മയ്ക്ക് പഴങ്കഞ്ഞി മാത്രം. ചുമ്മാല്ല ഞാനിങ്ങനെ ഇരിക്കുന്ന. എടി ഓരോ വീട്ടിലെ പെമ്പിള്ളാര് രാവിലെ എഴുന്നേക്കും, അല്ലാതെ നിന്റെ കൂട്ടി ഇങ്ങനെ കയറി കിടന്നുറങ്ങുമല്ല. അമ്മമാരെ സഹായിക്കണം, മനസ്സിലായോ? നീ ഒരുത്തി ഇങ്ങനെ എന്നെ ഇങ്ങനെ എന്തോ ചെയ്യിപ്പിക്കാനായിട്ട് ഇങ്ങനെ ഇരിക്കുവാ. ഇങ്ങനെ എന്തുവായി കാണിച്ചിട്ടേക്കുന്നത്? ചേച്ചി നോക്കണം, പാമ്പ് പടം പൊഴിച്ചാൽ പോലും ഏതെങ്കിലും വേലിക്ക കൊണ്ടുവന്നിടും. കണ്ടില്ലയോ? ഇരിക്കുന്നിടത്തിരുന്ന് ഊരി അങ്ങോട്ടങ്ങ് ഇടുന്ന ഒരു സ്വഭാവം. ഇതെന്തുവാ ഇത്? ഓ, മനുഷ്യന്റെ കാലും പോയി. ആ കൊള്ളാം. ഇത് കാണുമ്പോ നിങ്ങൾ വിചാരിക്കും ഇവിടെ വല്ല പാമ്പും കയറിയതാണെന്ന്. എന്റെ പൊന്നു ദൈവമേ, ഒരിക്കലും അല്ല. എന്റെ പൊന്നുമോക്ക് സ്വിച്ച് ഇടാൻ വേണ്ടി കൊണ്ടുവച്ചേക്കുന്ന സാധനമാ ഇത്. നടക്കാൻ മടിയാന്നും പറഞ്ഞ് ചക്ര ഷൂ മേടിക്കാൻ തുടങ്ങിയവളാ ഇവള്. എന്നിട്ട് വാങ്ങിച്ചോടി. എവിടെ വാങ്ങിക്കാൻ? അത് നടന്നു പോയി മേടിക്കാൻ മടിയാന്നും പറഞ്ഞ് ആ ശ്രമം വേണ്ടാന്ന് വെച്ചവളാ ഇവള്. നിങ്ങൾക്ക് രാവിലെ എന്റെ കുറ്റം പറയാൻ മാത്രമേ സമയമുള്ളൂ. എടി എനിക്ക് ആഗ്രഹമുണ്ട് നിന്റെ നല്ലത് എന്തെങ്കിലും പറയണമെന്ന്. പക്ഷെ ഉള്ളതല്ലേ മോളെ അമ്മയ്ക്ക് പറയാൻ പറ്റത്തുള്ളടി. നീ ഇങ്ങനെ എപ്പോഴും തർക്കുത്തരം പറയരുത്. നാളെ ഒരു അന്യ വീട്ടിൽ ചെന്ന് കയറേണ്ട പെണ്ണാ നീ. സ്വന്തം വീട് പോലെ കണ്ട് കാര്യങ്ങൾ ചെയ്യണം. അമ്മ അന്നേരം എനിക്ക് അവിടെ ചെന്ന് കിടന്ന് ഉറങ്ങല്ലുമ്മ. എന്തുമ്മാ? എടി ആ മൂന്നാറിന്ന് വന്ന കല്യാണാലോചന അത് നീ എന്താ വേണ്ടാന്ന് പറഞ്ഞു? മൂന്നാറിലൊക്കെ ഞാൻ എന്തോരം വട്ടം പോയിട്ടുള്ളതെന്ന് അറിയാമോ? ഞാൻ എനിക്ക് അറിയാത്തുള്ള സ്ഥലം പറഞ്ഞു. എടി ആ ചെറുക്കൻ എന്തോവിന്റെ കുഴപ്പമുണ്ടായിരുന്നു? സുന്ദരൻ ഒരു ചെറുക്കൻ, ജീവിക്കാൻ ചുറ്റുപാട്, സമ്പത്ത്, ഇതെല്ലാം പോരായോ? നല്ല ജോലിയും വിദ്യാഭ്യാസവും. അതുപോലെ ഇവക്ക് വേണ്ടാന്ന് പറഞ്ഞവള്. എടി ഒരു കാര്യം ചെയ്യും, ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് നിനക്ക് എന്തെങ്കിലും സങ്കല്പം ഉണ്ടെങ്കിൽ അതങ്ങ് പറമ്പോളെ നമുക്ക് നടത്താം. സങ്കല്പം ഉണ്ടോ? എന്റെ ചെറുക്കൻ എന്നെ എന്നും സിനിമയ്ക്ക് കൊണ്ടുപോകണം. വീട്ടിൽ നിന്ന് സിനിമ എന്നെ കൊണ്ട് പറ്റത്തില്ല. ആഴ്ച നല്ല തുണി മേടിച്ചു തരണം. എന്നെ സന്തോഷം കൂടുമ്പോണ്ടല്ലോ ഇങ്ങനെ വാരി എടുത്തിട്ട് ഇങ്ങനെ വട്ടം കറക്കണം. ആ കറക്കും കറക്കും. എന്റെ പൊന്നുമോളല്ല കറങ്ങാൻ പോകുന്നത്, നിന്നെ കെട്ടിക്കഴിഞ്ഞാൽ ആ പയ്യൻ കിടന്ന് കറങ്ങാൻ പോകുന്നത്. ഇങ്ങനെ എന്റെ കല്യാണം അങ്ങനെ നടക്കുമ്മാ. എടി നിന്റെ അച്ഛൻ പോയണക്കെ എന്തുമാതിരി കഷ്ടപ്പെട്ടിട്ടാണ് നിന്നെ ഞാനിങ്ങനെ വളർത്തിയെന്നറിയാവോ നിനക്ക്? നിന്റെ അച്ഛൻ ഇങ്ങനത്തെ കുറവ് ഞാൻ അറിയിച്ചിട്ടുണ്ടോ നിന്നെ? ഉണ്ടോ? അച്ഛൻ പറയണ്ടോട് അമ്മ പറഞ്ഞ് നികത്തുന്നുണ്ടല്ലോ അമ്മ. പിന്നെ എന്തിനാ അച്ഛൻ? എടി നാളെ എനിക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയാ എന്റെ പൊന്നുമോക്ക് പിന്നെ ആരാടിയുള്ളേ? ആരുമില്ലാത്തവർക്ക് ദൈവം ഉണ്ടമ്മ. കൊള്ളാം കൊള്ളാം. എന്നാലും പണിയെടുത്ത് തിന്നരുതടി. ആരും ഇല്ലാത്തവർക്ക് ദൈവം ഉണ്ടല്ലോ. നീ കല്യാണക്കാര്യം പറയുന്നുണ്ടല്ലോ. എടി പെമ്പിള്ളാരൊക്കെ ജോലി പഠിച്ചിട്ട ഒരു ചെറുക്കന്റെ വീട്ടോട്ട് എന്ന് കയറുന്നേ. എടി നിനക്ക് ചോറ് വെക്കാൻ അറിയാവോ? നിനക്ക് കറി വെക്കാൻ അറിയാം? ഇതെല്ലാം കൂടി ചായ അറിയോടി? അമ്മ അമ്മയുടെ അച്ഛന്റെ പേര് പീറ്റർ എന്നല്ലേ? അല്ലാതെ ഹീറ്റർ ഒന്നല്ലോ കളക്കുന്ന അമ്മ. കഴിഞ്ഞ ജന്മത്തിലെ ശത്രുക്കളെയാ നമുക്ക് ഈ ജന്മം മക്കളായിട്ട് കിട്ടുന്നതെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അത് വേണ്ട നിൽക്കുന്ന എനിക്കിഞ്ഞ് കിട്ടി ഇതുപോലെ തന്നെ. അമ്മ അങ്ങനല്ല പറയേണ്ടത്. ഈ അമ്മമാരുടെ നാക്ക് കാരണമാണ് ഞങ്ങൾ മക്കൾ ഇങ്ങനെ ആവുന്നത്. ശത്രുക്കള് ചായ കൊണ്ടാ? എനിക്ക് തോന്നുന്നില്ല നിനക്ക് എന്റെ ചായ ഉണ്ടെന്ന്. നിനക്ക് അതിയാന്റെ ചായയാ. അമ്മ നേരം വെളുത്തപ്പം പോലും നിങ്ങളുടെ ഞാൻ ചോദിക്കാം ചായ ഉണ്ടോന്ന്. എപ്പോ ചോദിച്ചിട്ട് എന്നോട് ചായ ഉണ്ടോന്ന്? വാട്സാപ്പിനകത്ത് മെസ്സേജ് അയച്ചിട്ടുണ്ട് ഞാൻ. വോയിസ് മെസ്സേജ് വാട്സാപ്പിനകത്ത് മെസ്സേജ് അയച്ച് ചോദിച്ചേക്കുന്നു ചായ ഉണ്ടോന്ന്. അപ്പൊ വാട്സാപ്പിൽ ഞാൻ ഒരു കപ്പ് ചായ കൊടുത്തു. എങ്ങനെയുണ്ട്? ഞാൻ പകുതി അമ്മ കുടിച്ചിട്ടങ്ങ് താൻ കുടിക്കാം. എന്ത് പറഞ്ഞാലും ഉത്തരവുണ്ട്. ഇവിടെ ഒന്നും ജനിക്കേണ്ടവളല്ല. ഇവളങ്ങ് ഉത്തരേന്ത്യ ജനിക്കേണ്ടവൾ. അതെനിക്ക് മനസ്സിലായി. നീ ഇവിടെ ഇരുന്ന് എന്തുവാ ചെയ്തോ. ഉച്ചയ്ക്ക് തിന്നാനായിട്ട് അങ്ങോട്ട് കയറി വരുമ്പോഴേ എന്തെങ്കിലും ഉണ്ടാക്കണം. ഞാൻ പോയി അത് ചെയ്യട്ടെ. മാറി കുട്ടി
പാട്ടുകാരെ തേടി ടോപ്പ് സിംഗർ ഓഡിഷൻ UAE 8-നും 15-നും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് ഓഡിഷനിൽ പങ്കെടുക്കാം. ഓഡിഷനിൽ അസാമാന്യ പ്രകടനം കാഴ്ചവെക്കുന്നവർക്ക് ടോപ്പ് സിംഗർ ഗ്രാൻഡ് ഫിനാലയിൽ പങ്കെടുക്കാൻ അവസരം. പ്രവേശനം സൗജന്യം. രജിസ്റ്റർ ചെയ്യാൻ ഉടൻ വിളിക്കൂ +971 5263 10876. നമസ്കാരം. മനസ്സിലായില്ല. എടി കൈ ഇങ്ങനെ ആക്കി പറയത്തില്ലേ നമസ്കാരം? അത് മനസ്സിലായി. നീ എന്തോടെ ഇവിടെ? എടി ഞാൻ ഇന്നലെ നിന്നെ വിളിച്ച് പറഞ്ഞില്ലേടി ഞാൻ ഇങ്ങോട്ട് വരുന്ന കാര്യം? ഒന്നും ശരിയാത്തില്ല കേട്ടോ. നീ പെട്ടെന്ന് വീട്ടിൽ പോകാൻ നോക്ക്. എടി ഒന്ന് പ്ലീസ് ഒന്ന് പറയടി. ഞാനേ ഇവിടെ അധികം പറ്റാ. ആ പറ്റാത്ത എന്റെ പേരോട് ഒന്ന് കൂട്ട്. ഒന്നും ശരിയാവത്തില്ലടി. എടി ഒറ്റ ദിവസത്തെ കാര്യമല്ലേ, ഒന്ന് പറ അമ്മയോട്. എന്റെ അമ്മ എന്നെ എപ്പോഴും വഴക്ക് പറയും. പാത്രം കാണുമ്പോൾ വഴക്ക് പറയും. മുറ്റടിക്കുമ്പോൾ വഴക്ക് പറയും. എല്ലാ ജോലി ചെയ്യുമ്പോഴും എന്നെ വഴക്ക് കുറച്ചില്ലടി. നീ എല്ലാം ചെയ്യുന്നതിനെതിരെ അമ്മ വഴക്ക് പറയുന്നേ? എടി ഞാൻ ചെയ്യുമ്പോഴല്ല എന്റെ അമ്മ ചെയ്യുമ്പോ എന്നെ വഴക്ക് പറയൂടി. നീ ഒന്ന് പറ പ്ലീസ്, ഒറ്റ ദിവസത്തേക്കല്ലേ. ശരിയാവത്തില്ലടി. ഒന്ന് വിളിക്ക് ഞാൻ പറയാം. എങ്ങനെയും കുപ്പിയിലായിക്കോളാം. കുപ്പിലൊക്കെ എന്റെ അമ്മ എന്തൊരു മായാവിയോ. നല്ലടി ഒന്ന് പറയാന് വിളിക്ക്. വിളിച്ചു നോക്കേ. അമ്മ എന്തു വേണേ? അമ്മ ആരാ വന്നേക്കാൻ നോക്കിയേ? നിനക്ക് അതുപോലെ നോക്കാൻ വയ്യാടി? എടി അടുക്കള 100 കൂട്ടം പണി കിടക്കുമ്പോ ഇതാരാ ഇത്? അമ്മേ അനുഗ്രഹിക്കണം. ആരാ? ബസുമതി. ഇപ്പോഴത്തെ പെൺപിള്ളേർക്കൊക്കെ സൗജന്യ യാത്ര അതിന് ശേഷം ബസ് മതി. എന്തോ ചെയ്യാനാ? അല്ലമ്മ എന്റെ പേരാ പറഞ്ഞത്, ബസുമതി. ഇവിടെ അതെന്താടി മക്കള് ബസുമതി എന്ന് പേരിട്ടേക്കുന്നേ? അതെന്റെ അച്ഛൻ പണ്ട് ബസുമതി അരി മേടിക്കാൻ പോയപ്പോഴാണ് ഞാനുണ്ടായത്. അങ്ങനെ അരിയോടുള്ള ഇഷ്ടം കൊണ്ടിട്ട പേരാ. ആകെ അവിടെ അച്ഛൻ പിണ്ണാക്ക് മേടിക്കാൻ പോകാതിരുന്നല്ലിമ്മ. അവർ അച്ഛൻ കിഴങ്ങ് മേടിക്കാൻ പോവാറുള്ള അവസ്ഥ നീ ഒന്ന് ഓർത്ത് നോക്കിക്കടി മോളെ. ശരി അമ്മ. അമ്മയും കൊള്ളാം മോളും കൊള്ളാം. അയ്യോ നിന്റെ അമ്മ അങ്ങ് ക്ഷീണിച്ചു പോയിടി. എന്ത് പറ്റിയമ്മ? അറിയത്തില്ലടാ. ജോലിയെല്ലാം ചെയ്യുന്നോണ്ടായിരിക്കും. ഇവിടെ ഒന്നും ചെയ്യത്തില്ലയോ? ഈ നത്ത് പിടിച്ചോളം ഒന്നും ചെയ്യത്തില്ല. ഇവളൊന്നും ചെയ്യത്തില്ല. അമ്മ ഞാൻ ജോലി ചെയ്തില്ലമ്മ. ചെയ്യും മാസത്തിൽ 1 തവണ ചെയ്യും. അന്ന് ഇവള് മുറ്റമടിക്കും, പാത്രം കഴുകും, വയറ് നിറച്ച് തിന്നുകയും ചെയ്യും. എടി എന്ത് പാടി, നമുക്ക് വല്ല വെച്ചുണ്ടാക്കാനെങ്കിലും അറിയാവോ? ഇവക്കൊണ്ടാക്കാൻ അറിയാം. മോളിഞ്ഞു വാ. എന്തോ അമ്മേ? ആണ്ടാ വടക്കോട്ട് നോക്കിക്കേ. ഇനി ഇപ്പൊ തെക്കോട്ട് നോക്കിക്കേ. ആ 2 വീട് കണ്ടോ? നല്ല സ്നേഹത്തോടെ കഴിഞ്ഞോണ്ടിരുന്നതാ. മിനിറ്റ് വെച്ച് പൊരേടം വരെ വിപ്പിച്ച് അവളെ അവിടുന്ന് പറപ്പിച്ച് വിട്ടിട്ടാ കുടുംബക്കാരെ ഇവള്. എന്ത് പാടി, നല്ലൊരമ്മയല്ലേ, എന്തേലും ഒക്കെ സഹായിച്ചു കൊടുത്തൂടെ? ഞാൻ തൂത്ത് വൃത്തിയാക്കി തരാമേ ഇവിടൊക്കെ. കേട്ടോ എന്റെ പൊന്നുമോളെ. എടി കണ്ടോടി നീ ഇത് കാണടി. നീ എന്തോ ഇരിക്കുവാ നീ ഇങ്ങനെ. അമ്മ ഒരു കാര്യം ചെയ്യാമേ, അവൾക്ക് വല്ല കല്യാണാലോചന കൊണ്ടുപോവാ. എന്റെ പൊന്നുമോളെ, ഇവക്ക് ഞാൻ എന്തുമാത്രം കല്യാണാലോചന ആലോചിച്ചാന്നറിയാവോ? ഒരെണ്ണ ഇവക്ക് ഇഷ്ടപ്പെടത്തില്ലടി. ഒരെണ്ണം ചുമ്മാതെ ഈ വർഷം തന്നെ കല്യാണം നടത്താൻ ഒറ്റ കാലം നിൽക്കോ ഈ അമ്മ. ബ്രോക്കർ പറയുന്ന കല്യാണം എന്റെ അമ്മയ്ക്ക് ഇഷ്ടപ്പെടത്തില്ല. അമ്മ ഞാൻ പറയാം വേറെ ആലോചന കൊണ്ടുവരാൻ. ആ ആലോചന എനിക്ക് ഇഷ്ടപ്പെടത്തില്ല. അപ്പൊ ഞാൻ പറയാം വേറെ ആലോചന കൊണ്ടുവരാൻ. ആലോചനകൾ അങ്ങനെ മാറി നടക്കൂടി. ഇപ്പൊ ബ്രോക്കർ പറയുന്നത് വെച്ചാ നിങ്ങൾക്ക് ഞാൻ പറയുന്ന ആലോചന ഒന്നും ഇഷ്ടപ്പെടത്തില്ല. ഈ പിന്നെന്തിനാ ഞാൻ ഇങ്ങനെ കിടന്ന് ആലോചിക്കുന്നത്? അപ്പോഴാണ് ഞാനും ആലോചിച്ചത്. എങ്ങനെ നീ എന്തുകൊണ്ട് ആലോചിക്കുന്നത്? നീ പറയുന്നത് എന്തുവാ ഞാനീ ആലോചിച്ചു. അതങ്ങും പറ്റത്തില്ലേ. നീ ഒരു കാര്യം ചെയ്യ്, വല്ല വഴിപാടും കഴിക്കാൻ നോക്ക്. അത് കഴിക്കാതെ എന്ത് തന്നാലും ഞാൻ കഴിക്കാം. ആര് കൊണ്ടുവരും? അതിന് പോലും മടിയായി വെക്ക്. ഇന്നലെ മോള് കേക്കണം, സന്ധ്യക്ക് ഒരു വിളക്ക് വെക്കാൻ പറഞ്ഞപ്പോ ഇവൾ എന്നോട് പറഞ്ഞു എന്തുവെന്നറിയാവോ? അമ്മ സിറ്റൗട്ടിലോട്ടൊരു കസേര ഇട്ടങ്ങോട്ട് ഇരിക്കാനെന്ന്. ഈ വീടിന്റെ വിളക്കെന്റെ അമ്മയോട്. അത് പോട്ടെ, നിനക്ക് അതൊന്നും പറ്റത്തില്ല. നീ ഒരു കാര്യം ചെയ്യ്, ആ ഫേസ്ബുക്കിലോ ഇൻസ്റ്റയിലോ അങ്ങനെ വല്ല വീഡിയോ അങ്ങനെ ചെയ്യാൻ നോക്കടി. എന്ത് വീഡിയോ? അപ്പൊ വൈറലാവും. നല്ല ആലോചനയൊക്കെ വരും നിനക്ക്. നീ നോക്കിയോ എന്ത് വീഡിയോ ചെയ്യാൻ പറ്റും? അമ്മ ഇഞ്ഞോട്ട് ഞാൻ ചെയ്തു തരാം. അമ്മ നിനക്ക് വല്ല കഴിവുണ്ടെങ്കിൽ അതൊന്ന് കാണിച്ചാൽ മതി. അമ്മൂമ്മ പഠിപ്പിച്ചത് പാട്ട് എനിക്കറിയാം. അയ്യോ എന്റെ പൊന്നു ദൈവമേ, അതിവിടെ പാടല്ലേ മോളെ? അമ്മൂമ്മയുടെ പാട്ടാണ് എന്റെ പൊന്നു മോള് പാടണ്ടേടി. പാടി പഠിപ്പിച്ച പാട്ടല്ലമ്മ, ഇത് വേറെ പാട്ട്. പാടുന്നെങ്കിൽ പാടത്തമ്മേ, കിട്ടിയാല് നീ പാടിക്കോടി, ഞാൻ കൂടെ കാണും. റെഡി 1 2 3 സ്റ്റാർട്ട്. എട്ടുമുട്ടാഞ്ചീനി എരുമുട്ടാഞ്ചീനി കയ്യാലപ്പാത്ത് ചർച്ചിട്ട് നട്ടെ എടുത്തിട്ടാക്കിളിങ്ങുന്ന രൂപകൾ കൊണ്ട് താലോം ചീനി അരിഞ്ഞ് കുത്തിഞ്ഞൂറുക്കി ചീനി അരിഞ്ഞ് രൂപാവട്ടത്തിൽ ചീനി അരിഞ്ഞ് എന്നിട്ടും ചീനിക്ക് മെമ്പടിയില്ലേ എങ്ങനെ തിന്നും കൈകറ്റുമെപ്പ അറുകറ് ഇറുകറ് ജീരകച്ചമ്പകം വിത്തെല്ലാം വരി പാവുന്നേ കള എടുക്കുന്നേ ചെറുപ്പക്കാര് പെമ്പിള്ളേര് മുൻനിരക്ക് നിൽക്കുന്നു. ചെറുപ്പൊക്കെ എന്തുവാന്ന് എനിക്ക് മനസ്സിലായി. അമ്മയ്ക്ക് എന്തുവമ്മേ? എന്റെ പൊന്നുമോളെ, ഇത് ഇവിടെ കൊണ്ട് അങ്ങ് അവസാനിക്കണം. ഇല്ലെങ്കിൽ ഇതിവിടെ വെളിയിലങ്ങനെ ഇറങ്ങി പാടും. പിന്നെ എന്റെ കുടുംബക്കാർ മുമ്പിൽ എനിക്ക് നോക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് അങ്ങ് അവസാനിക്കട്ടെന്ന് കരുതി. എന്തിനാടി ഈ അമ്മ ഇങ്ങനെ കഷ്ടപ്പെടുത്തുന്നത്? നീ വെറുതെ ഇരിക്കുന്നതിനോട് അമ്മ എന്തെങ്കിലുമൊക്കെ ഒന്ന് സഹായിച്ചു കൊടുത്തൂടെ? അമ്മ ഞാനൊക്കെ ഒന്ന് വൃത്തിയാക്കി തരാമേ. എന്റെ പൊന്നുമോളെ നീ കേക്കണം, ഈ അടുത്തിടയ്ക്ക് ഇവക്ക് ഒരു ആരോഗ്യ ഡോക്ടറുടെ ആലോചന വന്നു. ആരോഗ്യ ഡോക്ടർ ഇല്ലമ്മേ, ആയുർവേദ ഡോക്ടർ. ആയുർവേദ ഡോക്ടറുടെ ആലോചന വന്നു. അപ്പൊ അവർക്ക് ഒറ്റ ഡിമാൻഡേ ഉള്ളു, ചെറുക്കന് പെണ്ണിന് കയ്യും കാലും തീരുമാനം അറിയണമെന്ന്. അത് മാത്രമേ ഒരു ഡിമാൻഡ് പറഞ്ഞുള്ളൂ.
അതുപോലും വേണ്ട. എല്ലാവരുടെ കൈയും കാലിനും തടയിട്ടുള്ള കല്യാണം എനിക്ക് കണ്ടറിയും. അമ്മയ്ക്ക് എല്ലാം അറിയാ. നീ നോക്കടി അമ്മയുടെ മുഖത്തോട്ട് നോക്കി എന്താ വിളർച്ചയെന്ന് നോക്ക്. നമുക്ക് ഷുഗർ ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ. ആണോ മോനെ? അയ്യോ എങ്ങനെ അറിയാം മോനെ? ഷുഗർ മാറാൻ എന്തോ ചെയ്യണോടി? അമ്മ ഒരു കാര്യം ചെയ്യും, ഇനി ഷുഗർ മേടിക്കുമ്പോഴത്തേക്ക് ഇപ്പൊ എത്ര മേടിക്കുന്നത്? ഇപ്പൊ നമ്മൾ 1 കിലോ മേടിക്കും. 1 കിലോ മേടിക്കും. ഇനി അത് 1/4 കിലോ മേടിച്ചാൽ മതി. ഇനി എടുക്കമ്മ. എന്നിട്ട് ഇനി അത് 1/4 കിലോ മേടിക്കണം. അത് കഴിഞ്ഞിട്ട് പിന്നെ മേടിക്കുമ്പോഴത്തേക്ക് 1/2 കിലോ മേടിക്കണം. അങ്ങനെ കുറച്ച് വരണം. അപ്പൊ ഷുഗർ തീരും. ഇത് കൊള്ളാലോ. ഇത് ആര് പറഞ്ഞു മക്കളെ? എന്റെ അമ്മ വീട്ടിൽ ഡെയിലി ഇങ്ങനല്ലേ ചെയ്യുന്നേ. കൊള്ളാം. എടി കണ്ടുപടി. നീ ഇതുവരെ എന്നോട് ഇതൊന്ന് പറഞ്ഞിട്ടുണ്ടോ? എടി പറഞ്ഞിട്ടുണ്ടോ? എടി പെമ്പിള്ളാർ ഇത് കണ്ടുപഠിക്കണം. കണ്ടുപഠിക്കും നീ. എന്റെ പൊന്നമ്മ ഇങ്ങനെ പറയല്ലേ, കണ്ടുപടിയെന്ന്. പണ്ട് ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ടീച്ചർമാർ പിള്ളേരോട് പറയും കണ്ടുപടിയെന്ന്. അത് കഴിഞ്ഞ് ഹൈസ്കൂളിൽ ചെന്ന് അപ്പോഴും ടീച്ചർമാർ ഇത് തന്നെ കണ്ടുപടിയെന്ന്. പഠിച്ച് അവസാനം ആ കൊല്ലത്തെ പരീക്ഷയ്ക്ക് ഞാൻ തോറ്റു. അയ്യോ തടിമോളെ നീ തോറ്റുപോയേ. കണ്ടുപഠിക്കുന്ന കാര്യം അവരോടേ പറഞ്ഞോളൂ, എന്നോട് ആരും പറഞ്ഞില്ലായിരുന്നു. അപ്പൊ നിന്റെ കുറ്റമല്ല ടീച്ചർമാരുടെ കുറ്റമാ. പിന്നെ എങ്ങനെ ജയിക്കാനാടി നീ? അപ്പോഴേ എനിക്കും തോന്നിയമേ കുഴപ്പമായിരിക്കത്തില്ലെന്ന്. എന്റെ പൊന്നുമോളെ നീ വീട്ടിലെ എല്ലാ പണിയും ചെയ്യുമല്ലോടി? ഞാൻ എന്റെ വീട്ടിൽ എല്ലാം ചെയ്യും. ഇവിടെ കയറി ഇരിക്കത്തൊന്നുമില്ല. അമ്മ ഒരു കാര്യം ചെയ്യും, പോയി റെസ്റ്റ് എടുക്കമ്മ. നിനക്ക് ഇവിടെ ഇരിക്കുന്ന നേരം കൊണ്ട് അമ്മ ഒന്ന് സഹായിച്ചുകൂടെടി? ഒരു പുണ്യവതി വന്നേക്കുന്നത് നീ എന്റെ അമ്മ കണ്ടില്ലേ ഇങ്ങോട്ട് വന്നേക്കുന്നേ? അത് ചിലപ്പോഴൊക്കെ അങ്ങനെയൊക്കെ സംഭവിക്കും. എടി ഈ അമ്മ എനിക്ക് കിട്ടിയ ഞാൻ പൊന്നു പോലെ നോക്കുവോ എന്നറിയാവോ? എന്റെ ഫോൺ ബെല്ലടിക്കുന്നടി. ഹലോ. വന്നോ? ശരി ഇപ്പൊ വരാം. എടി എനിക്ക് പെട്ടെന്ന് പോയേ പറ്റത്തുള്ളൂ കേട്ടോടി. അത്യാവശ്യം. നീ അമ്മയെന്ന് വിളിച്ച അമ്മയെ. അമ്മ ഞാൻ പെട്ടെന്ന് പോവുവാന്നേ. എന്താ മക്കളെ പെട്ടെന്ന് പോകുന്നേ? എനിക്കൊരു അത്യാവശ്യം ഉണ്ട്, പോയിട്ട് 2 ദിവസം നിൽക്കാനാന്ന് പറഞ്ഞു വന്നല്ലയോ? അയ്യോ വേണ്ട. അയ്യോ ഞാൻ പോവും. എനിക്ക് പെട്ടെന്ന് ചെന്നേ പറ്റത്തുള്ളൂ. അമ്മ എന്നെ അനുഗ്രഹിക്കണം. അയ്യോ മോള് പോയിട്ട് വാ. പ്രാർത്ഥന കൂടെ വേണേ. പിന്നെ ഞാൻ പോന്നേടി. വരല്ലേ, തിരിച്ചു വരല്ലേ? പോവാ. നീ ആ കൊച്ചിനെ എന്തോ പറഞ്ഞടി? 2 ദിവസം നിൽക്കാനാന്ന് പറഞ്ഞു വന്ന ആ കുഞ്ഞെന്താടി പെട്ടെന്ന് പോയത്? അമ്മേ നിങ്ങൾ എപ്പോഴും എന്റെ അടുത്ത് പറയത്തില്ലെന്ന് അവളെ കണ്ടുപടിയെന്ന്. അവളിപ്പോ എങ്ങോട്ടാ പോയേക്കെന്നറിയാമോ? എങ്ങോട്ടാ പോയേ? ഒരുത്തിനോട് ഒളിച്ചോടി പോയേക്കോ അവള്. കുറച്ചു നേരത്തേക്ക് തങ്ങാൻ വേണ്ടി മാത്രം വന്നേ ഉള്ളു. ഞാനും പോട്ടെ, അവളെ കണ്ടുപഠിക്കട്ടെ. ഞാനൊരു ബാഗ് എടുത്തിട്ട് കൂടെ പോട്ടെ. വേണ്ട എന്റെ പൊന്നുമോൾ ഇരിക്കുന്നിടത്ത് ഞാൻ ചായ കൊണ്ടുതരാം. നീ ആരെ കണ്ടു പഠിച്ചാലും അവളെ കണ്ടു പഠിക്കല്ലേടി മോളെ.